ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് മഞ്ഞപ്പാറ വ്യൂ പോയിൻറ്റിലേക്കാണ്. വയനാട്ടിലെ വടുവഞ്ചാൽ അമ്പലവയൽ റൂട്ടിൽ മഞ്ഞപ്പാറ ബസ് സ്റ്റോപ്പ് കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഇടതുവശത്ത് കാണുന്ന ഈ മൺവഴിയിലൂടെയാണ് നമുക്ക് പോകേണ്ടത്. ചെറിയ കയറ്റം കയറി മുന്നോട്ട് പോകുമ്പോൾ ഉപേക്ഷിക്കപ്പെട്ട പഴയ പാറമടകളുടെ അവശിഷ്ടങ്ങളൊക്കെ തലയുയർത്തി നിൽക്കുന്നത് കാണാം. ഇത്തിരി ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും മുന്നോട്ട് പോയാൽ ആദ്യം നമ്മളെത്തുന്നത് ഈ വെള്ളക്കെട്ടിനടുത്താണ്. ഇവിടുത്തെ പാറമടകൾ പ്രവർത്തനം നിർത്തിയതോടെ കുറേ നാളുകൾ കൊണ്ട് മഴവെള്ളമൊക്കെ നിറഞ്ഞുണ്ടായതാണ് ഈ വെള്ളക്കെട്ടുകളൊക്കെ. അവിടുത്തെ കാഴ്ചകളൊക്കെ മതിയാക്കി കുറച്ച് ഫോട്ടോയും എടുത്ത് മുകളിലേക്ക് തിരിച്ചു. മഞ്ഞപ്പാറയും കാരാപ്പുഴ ഡാമും എടക്കൽ ഗുഹകളും ഒക്കെ കാണാൻ വേണ്ടി മാഹിയിൽ നിന്നെത്തിയവരാണിവർ. കുറേ വർഷങ്ങൾക്ക് മുമ്പ് വയനാട്ടിലും സമീപ പ്രദേശങ്ങളിലും കരിങ്കല്ല് സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി വലിയ ട്രക്കുകളും ട്രാക്ടറുകളും ഒക്കെ ഇരമ്പിക്കയറി വന്ന ഈ വഴിയിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുമ്പം വഴിയുടെ ഇരുവശവുമുള്ള തെരുവക്കാടുകൾക്കുള്ളിൽ വല്ല വന്യമൃഗങ്ങളും ഉണ്ടോ എന്നുള്ള ഭയവും ആകാംക്ഷയൊക്കെ നമുക്ക് ചെറുതായിട്ട് അങ്ങനെ തോന്നിത്തുടങ്ങും. അങ്ങനെ നമ്മളിപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത് വലിയ ഉയരവും ആഴവും ഒക്കെയുള്ള പാറമടകളുടെ വലിയൊരു ലോകത്താണ്. ഹലോ ഫ്രണ്ട്സ്, നമ്മൾ വയനാട്ടിലെ ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ചുള്ളൊരു യാത്രയിലാണ്. അങ്ങനെ ഇന്ന് നമ്മൾ വയനാട്ടിലുള്ള അമ്പലവിനടുത്തുള്ള മഞ്ഞപ്പാറ വ്യൂ പോയിൻറ്റിലാണുള്ളത്. കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. പഴയൊരു കോറി പ്രവർത്തിച്ചിരുന്ന ഒരു സ്ഥലമാണത്. ഈ കോറിയിലെ പാറകളൊക്കെ പൊട്ടിച്ച് അവിടെ വെള്ളം വന്ന് നിറഞ്ഞിട്ടുള്ള വെള്ളക്കെട്ടുകൾ ധാരാളമുണ്ട്. മനോഹരമാണെങ്കിലും അതിനനുസരിച്ചുള്ള അപകടവും പതിയിരിക്കുന്ന സ്ഥലമാണ്. ഒരുപാട് യാത്രക്കാരും ഇവിടെ വരാറുണ്ട്. ഇന്ന് രാവിലെ ഇവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ വയനാട്ടിലേക്ക് വരുമ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ ശ്രമിക്കുക. ഞങ്ങളുടെ കൂടെ കൂടുതൽ യാത്രകളിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റുകളായിട്ട് അറിയിക്കുക. പിന്നെ നിങ്ങളുടെ അടുത്തുള്ള സ്ഥലങ്ങൾ, ഇതേപോലുള്ള കാണാൻ ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് കഴിയുകയാണെങ്കിൽ അവിടെ വന്ന് ഞങ്ങൾ ഷൂട്ട് ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ സഹായവും സഹകരണമൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. നിങ്ങളും കൂടെ വരുന്നു. നമ്മളൊക്കെ വിചാരിക്കുന്നതിനേക്കാൾ ഒരുപാട് ആഴമുണ്ട് ഈ കാണുന്നിടത്ത്. എത്രയോ കാലങ്ങളായിട്ട് പാറയൊക്കെ പൊട്ടിച്ച് പ്രകൃതിക്കൊക്കെ ഒരുപാട് ദോഷമുണ്ടായിട്ടുണ്ടെങ്കിലും ഈ പാറമടയും ചുറ്റുപാടുകളൊക്കെ കാഴ്ചക്കാർക്ക് മനോഹരമായിട്ടുള്ള ദൃശ്യവിരുന്നാണ് ഒരുക്കുന്നത്. അവിടെ നിന്ന് താഴേക്കെങ്ങാനും വീണു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പൊടി പോലും കിട്ടലുണ്ടാവില്ല. വലിയ കോറിക്കുളത്തിൽ ഒരുപാട് വെള്ളം കെട്ടി നിന്ന് അതിനകത്ത് ഉണ്ടാകുന്ന ഈ ദൃശ്യഭംഗി വളരെ മനോഹരമാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ നല്ല വെയിൽ കയറിയിട്ടുണ്ട്. ഇവിടെ കാണാൻ വരുന്നവർ ഒരു 9-10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും രാവിലെ വരണം. പിന്നെ ഒരു 5 മണിയൊക്കെ ആയി 4 മണിക്കൊക്കെ ശേഷം വന്നു കഴിഞ്ഞാൽ ഇവിടെ അടുത്തുള്ള കാരാപ്പുഴ ഡാമിൻ്റെ സൂപ്പർ വിഷ്വൽസ് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഔട്ട്ഡോർ ഫോട്ടോഗ്രാഫിക്കോ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിക്കോ സേവ് ദ ഡേറ്റൊക്കെ എടുക്കുമ്പോൾ പറ്റിയ നല്ല സ്ഥലമാണ്. പിന്നെ ഈ കാണുന്ന കോറികളൊക്കെ ഇല്ലേ, ഇതൊക്കെ ഒരു 10-15 വർഷം മുമ്പ് വളരെ സജീവമായിട്ട് ഈ അമ്പലവയലിൽ പ്രവർത്തിച്ചിരുന്നായിരുന്നു. ഈ ഇവിടുത്തുകാരും തമിഴ്നാട്ടുകാരുമായ ഒരുപാട് പേർക്ക്, ഒരുപാട് ലോഡിങ്ങുകാർക്കും കരിങ്കൽ തൊഴിലാളികൾക്കൊക്കെ ജോലി നൽകിയിരുന്നൊരു സംഭവമായിരുന്നു അത്. ഈ ഏരിയയിൽ മുഴുവൻ ഒരുപാട് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അതൊക്കെ നിർത്തലാക്കിയിട്ട് ഒരുപാട് വർഷങ്ങളായി. പക്ഷേ ഇപ്പോഴും ഇവിടെ ഒരു സാധ്യത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുളങ്ങളിലൊക്കെ ഒരുപാട്, ഇത് ഒന്നല്ല, ഇതുപോലത്തെ ഒരുപാട് കുളങ്ങൾ, കോറിക്കുളങ്ങൾ ഇവിടെ പല സ്ഥലങ്ങളിലായിട്ടുണ്ട്. അവിടെയൊക്കെ മീൻ കുഞ്ഞുങ്ങൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു അധികൃതരുടെ ഭാഗത്ത് നിന്ന് അങ്ങനൊരു സമീപനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ
നന്നായിട്ട് മീൻ വളർത്താൻ പറ്റിയൊരു ഏരിയയാണ്. അതിനുള്ള ഒരുപാട് സൗകര്യങ്ങൾ ഇനിയിപ്പോൾ വെറുതെ ചുമ്മാ മുടങ്ങി കിടക്കല്ലേ. പിന്നെ കാഴ്ചക്കാർക്കുള്ള അല്ലെങ്കിൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കാനുള്ള എന്തെങ്കിലും പ്രൊജക്റ്റൊക്കെ ചെയ്യുകയാണെങ്കിലൊക്കെ വളരെ നന്നായിട്ട് മുന്നോട്ട് പോകുന്നതാണ് തോന്നുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാഹിയിൽ നിന്ന് വന്ന നമ്മുടെ കൂട്ടുകാർ അവർക്ക് കുറച്ച് ഫോട്ടോ എടുത്തു കൊടുക്കണമെന്ന് പറഞ്ഞത്. അങ്ങനെ മാഹിയിലെ വിശേഷങ്ങളും നാട്ടിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അവർക്ക് ആവശ്യമുള്ള ഫോട്ടോ ഒക്കെ എടുത്തു കൊടുത്ത് അവരെ യാത്രയാക്കി. നമ്മളിവിടേക്ക് വന്നിട്ടുള്ളത് 2 വീലറിലാണ്. കാറിലാണ് വരുന്നതെങ്കിൽ റോഡിൻ്റെ ഭാഗത്ത് കാറ് നിർത്തി ഈ വഴികളിലൂടെ കുറച്ച് ദൂരം നടക്കാനുണ്ട്. ബൈക്കിലാണ് വരുന്നതെങ്കിൽ അതൊരു സ്പെഷ്യൽ അനുഭവമാണ്. അഡ്വഞ്ചർ നിറഞ്ഞ വഴി കൂടെ ചെറിയൊരു ഓഫ് റോഡിൻ്റെ ഒരു എക്സ്പീരിയൻസും കൂടെ കിട്ടും. ഞങ്ങളിവിടെ അടുത്താണെങ്കിലും ഈ ഭാഗങ്ങളൊക്കെ വന്ന് കാണാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. എന്തായാലും ഇത്ര മനോഹരമായിരിക്കുമെന്ന് വിചാരിച്ചിട്ടില്ല. തിരിച്ച് നമ്മൾ മഞ്ഞപ്പാറ മലയുടെ പീക്കിലേക്ക് ഏറ്റവും ഉയർന്ന ഭാഗത്തേക്ക് പോവുകയാണ്. 2 വീലർ കടന്നു പോകുമ്പോൾ വഴീൻ്റെ സൈഡിൽ വലിയ ആഴമുള്ള കിടങ്ങൊക്കെ കാണാൻ പറ്റും. അങ്ങനെ നമ്മളിവിടുന്ന് ഈ തെരുവക്കാടിലൂടെ മേലേക്ക് വീണ്ടും കയറി മുന്നോട്ടങ്ങനെ പോകുമ്പോൾ ഇതങ്ങ് ദൂരെ കാണുന്നത് അമ്പലവയലാണ്. വെയിലിൻ്റെ ചൂട് നന്നായി കൂടിയതുകൊണ്ട് നന്നായിട്ട് ടയേർഡായിട്ടുണ്ട്. രാവിലെ വന്നപ്പം കയ്യിൽ വെള്ളം കരുതാനും മറന്നുപോയി. ഇവിടേക്ക് വരുമ്പം ഇത്തിരി വെള്ളവും സ്നാക്സും ഒക്കെ കരുതിയിട്ടുണ്ടെങ്കിൽ അത് നന്നായിരിക്കും. അവിടെ ദൂരെയായിട്ടൊരു കടയുണ്ടെന്ന് തോന്നുന്നുണ്ട്. അവിടെ കിട്ടുകയാണെങ്കിൽ വെള്ളം കുടിക്കാം, ഇല്ലെങ്കിൽ തിരിച്ച് ടൗണിലെത്തിയിട്ടേ എന്തെങ്കിലും കുടിക്കാൻ പറ്റുള്ളൂ. കടയുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും കട അടഞ്ഞു കിടക്കുന്നതുകൊണ്ട് വണ്ടി അവിടെ പാർക്ക് ചെയ്ത് പതുക്കെ വീണ്ടും മുകളിലേക്ക് നടന്നു. നിറയെ തെരുവക്കാടുകളും പാറക്കെട്ടുകളുമുള്ള ഈ കുത്തനെയുള്ള വഴി കൂടെ മേലേക്ക് കയറുന്നത് ഇച്ചിരി റിസ്ക്കുള്ള കാര്യം തന്നെയാണ്. അങ്ങനെ നമ്മൾ കയറി ചെന്ന് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ അവിടെ നിന്ന് ദൂരെ കാരാപ്പുഴയുടെ നല്ല വിഷ്വൽസ് കാണാൻ പറ്റും. നല്ല വെയിലായതുകൊണ്ട് ഒരിത്തിരി ബുദ്ധിമുട്ടുണ്ടെങ്കിലും വേണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമൊക്കെ കയറാൻ പാകത്തിലുള്ളത് തന്നെയാണ് മഞ്ഞപ്പാറ മല. അങ്ങനെ നമ്മൾ പതുക്കെ നടന്ന് മുകളിലോട്ട് കയറുകയാണ്. ഈ ഒരു ഭാഗം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മുകളിൽ നിന്ന് നല്ല സൂപ്പർ കാഴ്ചകളാണുള്ളത്. ദൂരെ കാണുന്ന ആ മലയുടെ മുകളിലാണ് കഴിഞ്ഞ ദിവസം ടോവിനോ തോമസ് വയനാട്ടിൽ വന്നപ്പോൾ ട്രക്കിങ്ങിനൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അടുത്ത വീഡിയോ നമുക്ക് അവിടെ പോയി ചെയ്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ ദൂരെ കാണുന്ന ആ വഴി കൂടെയാണ് നമ്മളിപ്പോൾ ബൈക്കുമായിട്ട് കയറി വന്നത്. താഴെയുള്ള കോറിക്കുളങ്ങളും കാണാൻ പറ്റുന്നുണ്ട് അവിടുന്ന്. നമ്മളപ്പോൾ ഉള്ളത് മഞ്ഞപ്പാറ വ്യൂ പോയിൻറ്റിൻ്റെ ഏറ്റവും ടോപ്പിലാണ്. നല്ല സൂപ്പർ സ്ഥലമാണ്. മീനങ്ങാടി, അമ്പലവയൽ, വാഴവറ്റൊക്കെ അങ്ങനെ ദൂര സ്ഥലങ്ങളൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും. കുറച്ചുകൂടെ വെയിൽ കുറഞ്ഞ സമയത്ത് വരികയാണെങ്കിൽ, രാവിലെയോ വൈകുന്നേരങ്ങളിലോ വരികയാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ ഇവിടുന്ന് സൂര്യാസ്തമയം കാണാൻ നല്ല അതിമനോഹരമാണെന്നുള്ള കേട്ടിട്ടുള്ളത്. നമുക്കെന്തായാലും ഇപ്പോൾ കാണാൻ പറ്റില്ല, നമ്മൾ ഉച്ചയ്ക്കാണല്ലോ, നമ്മൾ തിരിച്ചു പോവുകയാണ്. ദൂരെയായിട്ടാണ് കാണുന്നത് എടക്കൽ കേവ്സാണ്. അതിനിപ്പുറം ചെറിയൊരു പീക്ക് കാണുന്നില്ലേ, അത് പൊന്മടിക്കോട്ട എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഈ സ്ഥലങ്ങളൊക്കെ നമ്മുടെ ലിസ്റ്റിലുള്ളതാണ് കേട്ടോ. അങ്ങനെ മഞ്ഞപ്പാറ മലയുടെ മേലെ നിന്ന് എടക്കൽ കേവ്സും പൊന്മടിക്കോട്ടയും ചീങ്ങേരി മലയും കാരാപ്പുഴയുടെ കാഴ്ചകളുമൊക്കെ കണ്ട് നമ്മൾ പതുക്കെ താഴേക്ക് ഇറങ്ങുകയാണ്.
അങ്ങനെ നമ്മൾ ഒരിക്കൽ മഞ്ഞപ്പാറ വ്യൂ പോയിന്റിലെത്തിയിരുന്ന യാത്രക്കാർക്ക് ഭക്ഷണവും വെള്ളവും നൽകിയിരുന്ന അടച്ചിട്ട ഈ കടയുടെ മുമ്പിലൂടെ കൂടുതൽ ദുർഘടമായ മറ്റൊരു വഴിയിലൂടെ തിരിച്ചിറങ്ങുകയാണ്.